ഈ നല്ല രാത്രി നമുക്കൊരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മുടെ ആയുസ്സിൽ കൂട്ടിച്ചേർത്തതോർത്ത് സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തിന് മഹത്വവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. വിശുദ്ധനും സത്യവാനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് എല്ലാ ബഹുമാന്യ ദേവദാസന്മാർക്കും വാത്സല്യ ദൈവമക്കൾക്കും കൃപയും സമാധാനവും മേലുക്കുമേൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് ഞാൻ വന്ദനം ചൊല്ലുന്നു. ഈ നല്ല ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമായിരിക്കയാൽ സ്തോത്രം. നിത്യനായ ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കുവാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നാക്കിന് എനിക്കൊരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് സംസാരത്തിൽ ഒരല്പം അവ്യക്തത ചിലപ്പോൾ വന്നേക്കാം. സഭയെ ക്ഷമിച്ചാലും നാക്കിന്റെ അറ്റത്ത് ഒരു നുണല്, അത് ചില പ്രത്യേക സമയത്ത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും സംസാരിക്കുമ്പോൾ. നമ്മൾ ഒരുമിച്ച് തിരുവെഴുത്തുകളിൽ നിന്ന് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവസഭയും മഹാപീഡനവും അല്ലെങ്കിൽ മഹോപദ്രവവും എന്ന വിഷയമാണ്. അതിനകത്ത് 70-ാം ആഴ്ചവട്ടം എന്ന ദാനിയേൽ 9-ാം അധ്യായത്തിലെ ഒരു ആഴ്ചവട്ടമുണ്ട്. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം എന്ന ഒരു ഭരണ സമയമുണ്ട്. ഞാൻ ആ കാലത്തെ അധികം വിളിക്കാറുള്ളത് ദ ലാസ്റ്റ് ഹ്യൂമൻ ഗവൺമെന്റ് എന്നാണ്. ഏറ്റവും ഒടുവിലത്തെ മാനുഷിക ഭരണകൂടം. അങ്ങനെയാണ് ഞാൻ ആ കാലത്തെ മനസ്സിലാക്കുന്നത്. അതായത് യേശുക്രിസ്തുവിന്റെ രാജവാഴ്ച ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള മാനുഷിക ഗവൺമെന്റ് സർക്കാരായിരിക്കും അത്. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭകൾക്കിടയിൽ എന്ന് പറയുന്നതിനേക്കാൾ ക്രൈസ്തവ നേതൃത്വത്തിനിടയിൽ, ഒരുപക്ഷെ അതിനേക്കാൾ വ്യക്തതയോടെ പറഞ്ഞാൽ പല പ്രസംഗകർക്കും അധ്യാപകർക്കും പല വേദവിദ്യാർത്ഥികൾക്കുമിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അധികവും ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ദൈവസഭ മഹാപീഡന കാലത്തിന് മുൻപ് കർത്താവിങ്കലേക്ക് എടുക്കപ്പെട്ടുകൊള്ളും എന്നതാണ്. പ്രീ ട്രിബുലേഷണൽ റാപ്ചർ ഓഫ് ദ ചർച്ച്. എന്നാൽ ഒരു ചുരുക്കം വിഭാഗം മിഡ് ട്രിബുലേഷണൽ റാപ്ചറിൽ വിശ്വസിക്കുന്നു. മഹാപീഡനത്തിന്റെ മധ്യത്തിൽ സഭ എടുത്തുകൊള്ളപ്പെടും എന്ന്. വേറെ ഒരു കൂട്ടർ ഇക്കാലത്ത് അവർ അധികം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വളരെ സ്വാധീനമുള്ള ചില പ്രസംഗകർ, ചില സ്വാധീനമുള്ള വേദാധ്യാപകർ
ഈ വിഷയത്തിൽ ആ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കും. അതുകൊണ്ട് ദൈവസഭ മഹാപീഡന കാലത്തിലൂടെ പോയതിനു ശേഷം, മഹാപീഡനത്തിന്റെ ഒടുവിൽ മാത്രമേ, അല്ലെങ്കിൽ മഹാപീഡന കാലം കഴിഞ്ഞതിന് ശേഷമേ ദൈവസഭ ഉൽപ്രാവണം പ്രാപിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ 3 വിഭാഗക്കാരാണ് ഈ വിഷയത്തിലുള്ളത്. പൊതുവെ അതിനെ ന്യൂ ടെസ്റ്റമെന്റ് തിയോളജി, ന്യൂ ടെസ്റ്റമെന്റ് എസ്കറ്റോളജി എന്നാണ് വിളിക്കാറ്. പുതിയ നിയമത്തിന്റെ അന്ത്യകാല ശാസ്ത്രം, അന്ത്യകാല വിജ്ഞാനീയം എന്നൊക്കെ അതിനെ വിളിക്കും. പുതിയ നിയമത്തിന്റെ അന്ത്യകാല വിജ്ഞാനീയം, ദ ന്യൂ ടെസ്റ്റമെന്റ് എസ്കറ്റോളജി. പഴയ നിയമത്തിന്റെ അന്ത്യകാല വിജ്ഞാനീയത്തിൽ നിന്നും ചില കാര്യങ്ങളിൽ പുതിയ നിയമ അന്ത്യകാല വിജ്ഞാനീയം വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, പഴയ നിയമത്തിൽ നമുക്ക് ദൈവസഭയുടെ ഉൽപ്രാവണം എന്നൊരു വിഷയമോ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് എന്ന വിഷയമോ കാണുവാൻ പറ്റില്ല. പഴയ നിയമത്തിൽ സഭയുടെ ഉൽപ്രാവണമോ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പ്രവചനങ്ങളില്ല എന്നാണ് പറഞ്ഞത് ഇവയെ സംബന്ധിച്ച്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രതികരിക്കാം. സഭ അവർക്ക് മറിഞ്ഞു കിടന്ന ഒരു മർമ്മമായിരുന്നു. വെരി ഗുഡ്. ദൈവസഭ പഴയ നിയമകാലത്ത് ഒരു മർമ്മം ആയിരുന്നു. എഫേസ്യ ലേഖനം 3-ന്റെ 9-ാമത്തെ വാക്യത്തിൽ, 9-10 വാക്യങ്ങളാണ്, വിശേഷിച്ച് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു ദൈവസഭ. അതുകൊണ്ട് നമുക്ക് സഭയെ ഇങ്ങനെ വിളിക്കാം, വിവക്ഷിക്കാം, the church was a mystery but now is a revelation. സഭ ഒരു മർമ്മം ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അതൊരു വെളിപ്പാടാണ്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഇന്ന് ദൈവത്തിന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പാടിനാൽ ഈ മർമ്മം അറിയായി വന്നിരുന്നത് പോലെ മുൻകാലങ്ങളിൽ മനുഷ്യർക്ക് ദൈവസഭയെപ്പറ്റി അറിയില്ലായിരുന്നു. കാരണം സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ തന്നെ ദൈവസഭ ഒരു മർമ്മമായി മറഞ്ഞു കിടന്നിരുന്നു. സഭയുടെ മറനീക്കിയുള്ള വെളിപ്പാട് നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്നത് മത്തായി 16:18 യേശുക്രിസ്തു തന്നെയാണ് സഭയെപ്പറ്റിയുള്ള ആദ്യ വെളിപ്പാട് നമുക്ക് തരുന്നത്, ആദ്യ പ്രവചനം നടത്തുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവസഭ ഒരു മർമ്മമായിരുന്നത് കൊണ്ട് ആ മർമ്മമായിരുന്ന സഭയുടെ എടുക്കപ്പെടലിനെ കുറിച്ചോ അതിനുവേണ്ടിയുള്ള യേശുക്രിസ്തുവിന്റെ മേഘ
വരവിനെ കുറിച്ചോ പഴയ നിയമത്തിൽ പ്രവചനങ്ങൾ ഇല്ല. അതാണ് പഴയ നിയമ അന്ത്യകാല വിജ്ഞാനീയവും പുതിയ നിയമ അന്ത്യകാല വിജ്ഞാനീയവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയും രാജകീയ പ്രത്യക്ഷതയും ന്യായവിധി നടത്തുന്നതും യേശു രാജ്യത്വം നടത്തുന്നതും ഒക്കെ പഴയ നിയമത്തിലുണ്ട്. Old Testament eschatology includes or contains the glorious advent of Jesus upon the earth, about his being judge, being king, about his eternal kingdom, eternal royalty. All those things are there. But explicitly, Jesus' advent in the mid-air as the groom for his bride, the church, it is hidden. It is not found there in the Old Testament eschatology, but found only in the New Testament eschatology. So this is one of the key differences. ഏതായാലും പുതിയ നിയമ അന്ത്യകാല ശാസ്ത്രത്തിന്റെ പഠനത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവസഭയുടെ എടുക്കപ്പെടൽ, ഉൽപ്രാവണമെന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു, റാപ്ചർ എന്ന് വിളിക്കുന്നു. പക്ഷെ ഈ 3 അഭിപ്രായങ്ങളാണ് ദൈവവചന പഠിതാക്കൾക്കിടയിലുള്ളത്. ഒന്ന്, മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും, അല്ല മധ്യകാലത്തിലേ ഉള്ളൂ, അതുമല്ല മഹാപീഡനം കഴിഞ്ഞ ശേഷമേ സഭ എടുക്കപ്പെടുകയുള്ളൂ. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നതും പഠിക്കുന്നതും ദൈവസഭ മഹാപീഡന കാലത്തിലൂടെ പോവുകയില്ല എന്നും എതിർക്രിസ്തുവിന്റെ ഭരണം തുടങ്ങുന്നതിന് മുമ്പേ യേശുക്രിസ്തു തൻ്റെ സഭയെ തൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളുമെന്നും ആണ്. അതിന് വിപരീതമായ പഠനങ്ങളുടെ പഠിപ്പീരുകളുടെ വിശദാംശങ്ങൾ നമ്മൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പഠിക്കുകയാണ്. അതിൽ എന്തുകൊണ്ട് നാം ആ നിലപാട് സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ മഹാപീഡനത്തിന് ശേഷമോ മഹാപീഡനത്തിന്റെ മധ്യത്തിലോ മാത്രമേ യേശു വരികയുള്ളൂ, സഭ പോവുകയുള്ളൂ എന്ന് മറ്റേ കൂട്ടർ പഠിപ്പിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയായിരുന്നു. അതിലൊരു കാരണം അവർ പറയുന്നത്, നമ്മൾ പറയുന്നത് പോലെ 70-ാം ആഴ്ചവട്ടം എന്ന ഒരു ആഴ്ചവട്ടം ഇല്ല. കാരണം ഇസ്രായേലിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരുന്ന 70 ആഴ്ചവട്ടങ്ങളെ മുറിക്കേണ്ട ആവശ്യമില്ല. അത് തുടർമാനമായി തന്നെ 70 ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞുപോയി. റിഫോംഡ് തിയോളജിയൻസ് ആണ് കൂടുതലും ഈ ഒരു വാദം വച്ചു പുലർത്തുന്നത്. അവർ നമ്മെപ്പോലെ ഉള്ളവരെ, അല്ലെങ്കിൽ യേശുക്രിസ്തു മഹാപീഡന കാലത്തിന് മുമ്പ് വരും, 69-ഉം 70-ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിൽ സഭാ കാലയളവ് എന്ന ഒരു കാലദൈർഘ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മെ അവർ വിളിക്കുന്നത് യുഗപരമായ പഠിപ്പീര് നടത്തുന്നവർ എന്ന നിലയിലാണ്. ഡിസ്പെൻസേഷണലിസ്റ്റ് എന്നാണ് വിളിക്കുക. അതായത്
ലോക ചരിത്രത്തെ യുഗങ്ങളായി തിരിച്ചു പഠിക്കുന്ന ഒരു പഠനം തിയോളജിയിലുണ്ട്. അല്ലെങ്കിൽ ബൈബിൾ സ്കൂളുകളിൽ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിൾ സ്കൂളുകളിൽ യുഗ പഠനം എന്ന ഒരു വിഷയമുണ്ട്. പല യുഗങ്ങളായി കാലഘട്ടങ്ങളെ തിരിച്ചു പഠിക്കുന്ന ഒരു പഠന രീതിയാണത്. ഏതൊക്കെ യുഗങ്ങളാണ്, ആ യുഗങ്ങളിലെ പ്രധാന വ്യക്തികളാര്, ആ യുഗങ്ങളിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യരോട് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള വിഷയങ്ങൾ അതിൽ പഠിക്കാനായിട്ട് പറ്റും. അതേ സംബന്ധിച്ച പുസ്തകങ്ങളുമൊക്കെ മലയാളത്തിലും വളരെ ലഭ്യമാണ്. യുഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ഡിസ്പെൻസേഷണലിസ്റ്റ് യുഗപരമായ വിശ്വാസവും പഠിപ്പീരോ പുലർത്തുന്നവരെയാണ് മറ്റേ കൂട്ടർ അങ്ങനെ യുഗ വീക്ഷകർ എന്ന നിലയിൽ, ഡിസ്പെൻസേഷണലിസ്റ്റ് എന്ന നിലയിൽ കാണുന്നത്. ആ നിലകളിൽ സൂക്ഷിക്കുന്നവരാണ് കൂടുതലും സഭ മഹാപീഡനത്തിലൂടെ പോവുകയില്ല, അതിനു മുൻപ് സഭയെടുക്കപ്പെടും എന്ന് പഠിപ്പിക്കാറ്. ആ പേരുകളിലൊന്നും ഞാൻ വലിയ അർത്ഥം കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പേരുകൾ നമ്മുടേതോ മറ്റുള്ളവരുടേതോ ആയിട്ട് ഉപയോഗിക്കുവാനും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പലരും പല പേരുകളും പലതിനും കൊടുക്കാറുണ്ട്. അതിൽ ഞാൻ വലിയ പ്രാധാന്യം നൽകാറില്ല. ഈ കാൽവനിസം എന്നും അർമേനിയനിസം എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പേരുകളൊക്കെ കൊടുത്ത് ഓരോ ശാഖകളിലേക്ക് മാറി നിന്ന് പല പഠിപ്പീരുകളും പല ഉപദേശങ്ങളും ഒക്കെ കൊണ്ടുവരാറുണ്ട്. ആ നിലയിലേക്ക് എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, എൻ്റെ നിലപാട് എന്താണ്? എനിക്ക് കാൽവിനും വിഷയമല്ല, അർമേനിയനിസവും വിഷയമല്ല, ഡിസ്പെൻസേഷണലിസവും റീഫോംഡ് തിയോളജിയും ഇതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ആവോളം നോക്കുന്നത് ഈ തിരുവെഴുത്തുകൾ എന്ത് പറയുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അധ്യാപകന്റെയോ ഏതെങ്കിലും ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ വേദശാസ്ത്രിയുടെയോ, വേദപണ്ഡിതാവെന്നാണ് ഞാൻ സംബോധന ചെയ്യാറുള്ളത്, അവരുടെ ആരുടെയും പക്ഷം നിന്നുകൊണ്ട് നമുക്ക് വിശേഷിച്ചൊന്നും വിശ്വസിക്കേണ്ടതില്ല. നമുക്ക് തിരുവെഴുത്തിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്കാം. സോളാ സ്ക്രിപ്റ്റൂറ ആൻഡ് ചോട്ടാ സ്ക്രിപ്റ്റൂറ, നമുക്കത് മതി. തിരുവെഴുത്തുകൾ മാത്രം, തിരുവെഴുത്തുകൾ മൊത്തമായും കൂടെ നമുക്ക് പഠിക്കാം. അതിനാണ് നമ്മൾ അല്പം സമയം പോയാൽ കൂടെ ഈ കാര്യങ്ങൾ വിശദമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പൊതുവെ നമ്മൾ നമ്മുടെ സഭകളിലും കൺവെൻഷനുകളിലും ഒന്നും വിശദീകരിച്ച് കേൾക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് അല്പം ദുർഗ്രഹമായി നമുക്ക് തോന്നിയേക്കാം. ഞാനതുകൊണ്ടാണ് ആവർത്തിച്ച് മനസ്സിലായോ എന്ന് ചോദിക്കാറുമുള്ളത്. So these are the descriptions we often do not hear from our common pulpits. One of the reasons is that people will not understand in a session or in a passing reference. ഒരു സെഷൻ, ഒരു പ്രസംഗത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല എന്നൊരു കാര്യമുണ്ട്. അതുപോലെ ഒരു പാസിംഗ് റെഫറൻസ് തന്ന് ഒരു സൂചന തന്നു പോയാലും നമുക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് പൊതുവായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഇത് നമ്മൾ പ്രസംഗിച്ച് കേൾക്കാറില്ല. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ കൂടി വരുവാൻ കഴിയുന്നത് കൊണ്ടും അത് പഠിക്കുവാൻ താല്പര്യമുള്ള ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിൽ ചേർന്നിട്ടുള്ളത് കൊണ്ടുമാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഈ പഠനമൊക്കെ വളരെ ബോറിംഗ് ആയിട്ട് വരും. ഞാനും ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, നീ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ,
കർത്താവ് വരുമ്പം പോകാൻ അങ്ങ് ഒരുങ്ങി നിന്നാ മതി. ആത്യന്തികമായിട്ടും അങ്ങനെ തന്നെയാണ് വിഷയം. പക്ഷേ നമ്മൾ തിരുവെഴുത്തുകൾ കൂലങ്കഷമായി പഠിക്കുന്നത് പ്രയോജനകരം ആണതാണ്. സ്തോത്രം. അതിനാണല്ലോ ദൈവം നമുക്ക് ഈ തിരുവെഴുത്തുകൾ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലയിലാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. 70-ാം ആഴ്ചവട്ടം എന്നൊന്നില്ല. ആ 70 ആഴ്ചവട്ടങ്ങൾ ദാനിയേലിലൂടെ ദൈവം പ്രവചിച്ചത് അന്നേ നിറവേറിപ്പോയി. അതിനിടയിൽ ഒരു ഗ്യാപ്പില്ല. ഗ്യാപ് തിയറി വിശ്വസിക്കാത്തവർ, അതിനെതിരെ ശക്തമായി വാദിക്കുന്നവർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ BC 2-ാം നൂറ്റാണ്ടിൽ ആന്തിയോക്കസ് എപ്പിഫാനസ് 4-ാമൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവിന്റെ കാലത്ത് ഈ സംഭവങ്ങളെല്ലാം നിറവേറി. യേശുവിന്റെ ജനനത്തിന് ഏകദേശം 150ഓളം വർഷങ്ങൾക്ക് മുമ്പ് 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഇതെല്ലാം നിറവേറി കഴിഞ്ഞതാണ്. ഇനിയും ഒരു ഭാവിപരമായ നിറവേറൽ അതിനില്ല എന്ന് പഠിപ്പിക്കുന്ന കൂട്ടർ മറുഭാഗത്ത്. ഈ രണ്ട് ചിന്താഗതികളെയും കൂടെ നമ്മൾ എടുത്തുകൊണ്ടാണ് ദാനിയേൽ 9-ന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന 70 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന 6 കാര്യങ്ങളെ പറ്റി പഠിച്ചത്. അതിൽ 5 എണ്ണത്തെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സംശയങ്ങളൊന്നും അതിൽ ഇനിയും ബാക്കിയില്ല എന്നാണ് ഇന്നലത്തെ ഒടുവിലത്തെ മൗനത്തിൽ നിന്നും മനസ്സിലാക്കിയത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ചോദിച്ചോളൂ. മീൻസ് ഒരവസരവും കൂടെ. ഇല്ലെങ്കിൽ നമുക്ക് 6-ാമത്തേതും കൂടെ പറഞ്ഞ് ആ ഭാഗം ഇന്ന് നമുക്ക് വിടാം. ഒന്നുമില്ലല്ലോ. എങ്കിൽ 6-ാമത്തെ ഉദ്ദേശം, 70 ആഴ്ചവട്ടങ്ങൾ ദൈവം ഇസ്രായേലിനും യെരൂശലേമിനും വേണ്ടി നിയമിച്ചിരിക്കുന്നതിന്റെ 6-ാമത്തെ ഉദ്ദേശം, the 6th purpose or the objective of the appointment of 70 weeks for Israel as per Daniel 9:24. ദാനിയേൽ 9:24 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 6-ാമത്തെ ഉദ്ദേശമായി കാണുന്നത് എന്താണ്? അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. അതിപരിശുദ്ധം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമല്ല. പിന്നെ അവിടെയുള്ള ഞാൻ കാണുന്ന 2 സാധ്യതകളുണ്ട്. അതിപരിശുദ്ധമായത് എന്നതിന് 2 സാധ്യതകളാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഈ 6 കാര്യങ്ങൾ ആരിലാണ് നിവർത്തിക്കപ്പെടേണ്ടത്? ഇസ്രായേലിൽ. കാരണം നാം 24-ാം വാക്യത്തിന്റെ അവസാനത്തിൽ കാണുന്നുണ്ട്, ഈ 70 ആഴ്ചവട്ടങ്ങളുടെ നിയമനം ദാനിയേലിന്റെ ജനമായ ഇസ്രായേലിനും വിശുദ്ധ നഗരമായ യെരൂശലേമിനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഈ 6 കാര്യങ്ങളെ നമുക്ക് ലോകത്തോടുള്ള ബന്ധത്തിലും എടുക്കാം. പക്ഷേ അതല്ല അവിടുത്തെ പ്രാഥമിക അർത്ഥം. The primary meaning, the primary application of these things should be to the people of Israel as well as the holy city Jerusalem. സഭയോടോ ജാതികളോടോ ഒക്കെയുള്ള ബന്ധത്തിൽ വിശാല വീക്ഷണത്തിൽ ഈ കാര്യങ്ങൾ എടുക്കാമെങ്കിലും അതിൻ്റെ ഏറ്റവും
പ്രാഥമികമായ അർത്ഥം ഇസ്രായേലുമായിട്ടും യെരൂശലേമുമായിട്ടും മാത്രമാണ്. ആ അർത്ഥത്തിൽ നമുക്ക് അതിപരിശുദ്ധമായത് എന്ന് പറഞ്ഞാൽ രണ്ട് സാധ്യതകൾ നമുക്ക് കാണാം. നിങ്ങൾക്ക് മനസ്സിലേക്കാണും ഇതിനോടകം. എന്തൊക്കെയാണ് ആ സാധ്യതകളെന്ന് ഒന്ന് പറഞ്ഞോളൂ. നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചു പോകാമല്ലോ. യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്വം. യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്വം. ഓക്കെ, that means the coronation of Jesus Christ. ഇവിടുത്തെ അതിപരിശുദ്ധൻ അല്ലെങ്കിൽ അതിപരിശുദ്ധമായത് എന്നതിൻ്റെ അർത്ഥം അതിപരിശുദ്ധനായ ഏക പരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കിരീടധാരണം, coronation of Jesus. അതിന് ഒരു സാധ്യതയുണ്ട്. ഒരെണ്ണം കൂടെ. To bring everlasting righteousness. That is already done. അത് ഇതിനു മുമ്പ് ഉള്ള 6 വിഷയങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. അതിൻ്റെ 2 സാധ്യതകളിൽ ഒന്നാണ് കർത്താവായ യേശുക്രിസ്തു രാജാവായി കിരീടധാരണം ചെയ്യപ്പെടുന്നു എന്നത്. മറ്റൊരു സാധ്യത അവിടെ ഉള്ളത് എന്താണ്? ദേവാലയമാണ്. യെരൂശലേം ദേവാലയം. യെരൂശലേം ദേവാലയത്തിന്റെ പുരോഹിതനായിട്ട് മഹാപുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുന്നു. അവരുടെ ദേവാലയത്തിൽ അവർ യഥാസ്ഥാനപ്പെട്ടതിന് ശേഷം യേശുവിനെ അവിടെ അഭിഷേകം ചെയ്യുന്നെങ്കിൽ ആരായിരിക്കും അത് ചെയ്യുന്നത്? ഇസ്രായേലിലെ ആർക്കും യേശുവിനെ അഭിഷേകം ചെയ്യാനായിട്ടുള്ള യോഗ്യത ഇല്ലല്ലോ. അങ്ങനെയാകുമ്പം യെരൂശലേം ദേവാലയത്തിൽ യേശുവിനെ അഭിഷേകം ചെയ്യുന്ന കാര്യമല്ല, യെരൂശലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠയാണ്. The dedication of the millennial temple. സഹസ്രാബ്ദ വാഴ്ചക്കാലത്തെ യെരൂശലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠ എന്നോ ശുദ്ധീകരണമെന്നോ നമുക്ക് വിളിക്കാം. The consecration or the dedication of the millennial temple at Jerusalem. So these are the 2 possibilities of this meaning, this 6th point. ആറാമത്തെ വിഷയത്തിന്റെ, ആറാമത്തെ ഉദ്ദേശത്തിന്റെ 2 സാധ്യതകൾ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക എന്ന് മാത്രമേ അവിടെ വേദപുസ്തകം നമ്മോട് പറയുന്നുള്ളൂ. അതിപരിശുദ്ധമായത് എന്ത്? 2 പ്രധാന സാധ്യതകളാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട്. അത് ക്രിസ്തു തന്നെയാണ് ഒന്നാമത്തേത്, അതിനുള്ള സാധ്യത. രണ്ടാമത്തെ സാധ്യത യെരൂശലേം ദേവാലയമാണ്. യെരൂശലേം ദേവാലയം. അതാണ് ഫസ്റ്റ് 25th വേഴ്സിനകത്തും പറയുന്നത്. എന്ത് 25th എന്തുവാ? Daniel 9:25. വായിച്ചോ. No one understand this from the time the word goes out to restore and rebuild Jerusalem until the anointed one, the ruler,
comes, there will be 7 sevens and 62 sevens. It will be rebuilt with the streets and a trench, but in times of trouble. അല്ല, അത് എപ്പോഴത്തെ കാര്യമാ? നെഹമ്യാവിനോട് അരുളി ചെയ്ത് 69 ആഴ്ചവട്ടങ്ങളിലെ കാര്യമാണ്. 7 sevens and 62 sevens. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ പൂർത്തീകരിക്കപ്പെട്ട കാര്യമാണ്. നെഹമ്യാവിന് യെരൂശലേം മതില് പണിയാനുള്ള കൽപ്പന കിട്ടിയതും യെരൂശലേമിന്റെ മതിലുകളെ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ പണിതതും അവിടം മുതൽ അഭിഷിക്തനായ പുരുഷൻ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം, ആ അഭിഷിക്തന്റെ ഛേദനം അഥവാ ക്രൂസിഫിക്ഷൻ വരെയുള്ള കാര്യങ്ങളാണ് 25 പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ 70 വീക്സിനെ കുറിച്ച് ഈസ്റ്ററിന്റെ ആ വെള്ളിയാഴ്ചയായിരുന്നെന്ന് തോന്നുന്നു, ദുഃഖവെള്ളിയാഴ്ചയായിരുന്നെന്ന് തോന്നുന്നു, അന്ന് നമ്മൾ ഇതേപ്പറ്റി പറഞ്ഞു വിട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അന്ന് പരാമർശിച്ചില്ല. ഓക്കെ, മടങ്ങി വരുന്നു. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ അതിപരിശുദ്ധം എന്ന് വിളിക്കുന്നത് ഒന്ന്, ദൈവമാണ് പരിശുദ്ധൻ. 2, ദൈവത്തിന്റെ കൃപാസനം ഇരിക്കുന്ന ദൈവത്തിന്റെ ആലയം അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരം അഥവാ കൃപാസനം, അതാണ് പരിശുദ്ധം അല്ലെങ്കിൽ അതിവിശുദ്ധം. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക എന്ന് ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഈ 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, യെഹെസ്കേൽ 41 അധ്യായത്തിൽ, എസെക്കിയേൽ ചാപ്റ്റർ 41, യെഹെസ്കേൽ 41 അധ്യായത്തിൽ കാണുന്നത് പോലെ ഒരു മില്ലേനിയൽ ടെമ്പിൾ, സഹസ്രാബ്ദ കാലത്തെ, യേശുവിന്റെ 1000 ആണ്ട് വാഴ്ചക്കാലത്തെ ദേവാലയത്തിന്റെ ശുദ്ധീകരണം, കോൺസിക്രേഷൻ ഓർ ഡെഡിക്കേഷൻ, പ്രതിഷ്ഠ. ഒന്നുകിൽ അതാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ സഖറിയ പ്രവചനം 6 അധ്യായം 12, 13 വാക്യങ്ങളിൽ, വേറെയും വാക്യങ്ങളുണ്ട്, നമ്മൾ ഈ ചുരുക്കം വാക്യങ്ങൾ എടുക്കുന്നുള്ളൂ. സഖറിയ 6 12, 13 വാക്യങ്ങളിൽ പറയുന്നത് പോലെ യേശുക്രിസ്തു ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന, മാനുഷ്യ ഭരണകൂടങ്ങളെ മാറ്റി ദൈവാധിപത്യത്തിന് ആരംഭം കുറിക്കുന്ന, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കിരീടധാരണം, കൊറോണേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഈ 2 സാധ്യതകളാണ് ഈ 6ാമത്തെ വിഷയത്തിനുള്ളത്. ഇത് രണ്ടും ഇതുവരെ നിറവേറ്റപ്പെട്ടോ? ഇല്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുവന്നതുപോലെ 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നത് എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ? 6 ഉദ്ദേശങ്ങൾ. അവയിൽ ഒരെണ്ണം മാത്രമേ നിറവേറിയിട്ടുള്ളൂ. ബാക്കി 5 എണ്ണം നിറവേറുവാൻ ബാക്കിയാണ്. ഏതാണ് നിറവേറിയതെന്ന് ഓർമ്മയുണ്ടല്ലോ?
reconciliation for iniquity. അതെ, മൂന്നാമത്തേത് സ്തോത്രം, മേക്കിംഗ് അറ്റോൺമെന്റ് ഫോർ ഇനിക്വിറ്റി. അത് സകലരുടെയും അകൃത്യത്തിന് പ്രായശ്ചിത്തം യേശുവിന്റെ ക്രൂശ് മാത്രമാണ്. ഏത് കാലത്തുമുള്ള ഏതു മനുഷ്യന്റെയും, യഹൂദനെന്നോ യവനനെന്നോ മാറ്റമില്ലാതെ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്നു. അക്കാരണത്താൽ ഈ 6 കാര്യങ്ങളിലെ മൂന്നാമത്തേത് നിറവേറിയെന്ന് നമുക്ക് പറയാം. ബാക്കിയുള്ള 5 അതിന്റെ പൂർണ്ണത കാത്തു നിൽക്കുന്നത് കൊണ്ട് 70 ആഴ്ചവട്ടങ്ങൾ ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതുമാണ് കൂടുതൽ യുക്തി. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഒന്നും ഇല്ല എങ്കിൽ സഭ മഹാപീഡനത്തിലൂടെ പോകും എന്ന് പറയുന്നവരുടെ ആ വാദം പ്രസക്തമല്ല എന്ന് നമ്മൾ കാണും. കാരണം 70 ആഴ്ചവട്ടങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമായി. 69 പൂർണ്ണമായി എന്നും ഒരാഴ്ച ബാക്കിയുണ്ട് എന്നുള്ളതും ഈ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വേറൊരു കൂട്ടർ ഇതിനെപ്പറ്റി പറയുന്നത് ഈ 6 കാര്യങ്ങളുടെ ആത്മീയമായ പൂർത്തീകരണം നടന്നു കഴിഞ്ഞു, അക്ഷരീയമായ നിറവേറൽ ബാക്കിയുണ്ട്. അതിനോട് നമുക്ക് വലിയ വിയോജിപ്പില്ല. വീണ്ടും ആവർത്തിക്കുന്നു, ഇത് ആത്മീയമായിട്ടല്ല നിറവേറേണ്ടത്, അക്ഷരീകമായിട്ടാണ്. കാരണം ഒരു അക്ഷരീക ജനതയോടും ഒരു അക്ഷരീക ഭൂമിയിലെ ഒരു സ്ഥലത്തോടുമുള്ള ബന്ധത്തിലായതുകൊണ്ട് അതിന് കേവലം ഒരു ആത്മീയ പൂർണ്ണത വന്നാൽ പോരാ, അക്ഷരീയ പൂർണ്ണത അനിവാര്യമാണ്. അതിൽ അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക എന്ന വിഷയം കേവലം ആത്മീയമാണോ അതോ അക്ഷരീയമാണോ? അക്ഷരീയമാണ്. യേശുക്രിസ്തു വെറുതെ ഒരു പ്രതീകാത്മകമായി മരിക്കായിരുന്നില്ല, അക്ഷരീയമായി മരിച്ചാണ് പാപത്തിന് പ്രായശ്ചിത്തം വരുത്തിയത്. എങ്കിൽ വ്യാഖ്യാനശാസ്ത്രം അനുസരിച്ച് ബാക്കിയുള്ള 5 കാര്യങ്ങളും അതുപോലെ തന്നെ അക്ഷരികമായി നിറവേറിയേ പറ്റൂ. ആത്മീയമായി അത് നിറവേറിയെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അക്ഷരീയ നിറവേറൽ ഇനി ഇല്ല, വേണ്ട എന്ന് പറയുന്നതിലാണ് അപകടം. നമ്മൾ ഇതിന്റെ ആത്മീയ നിവൃത്തി നടന്നു എന്ന് വിശ്വസിക്കുന്നു, ഒരു കുഴപ്പമില്ല. അതായത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ, അഭിഷിക്തനായ പുരുഷൻ ഛേദിക്കപ്പെട്ടപ്പോൾ, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തിയപ്പോൾ ബാക്കിയുള്ള 5 കാര്യങ്ങളും കൂടെ നിറവേറി എന്നാണ് അവരുടെ വാദം. ഏതൊക്കെ? അകൃത്യത്തെ തടസ്സം ചെയ്യുക,
പിന്നെ പാപങ്ങളെ മുദ്രയിടുക, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിന്റെ ക്രൂശ് മരണം കൊണ്ട് നിറവേറിയത്രേ. ആയിക്കോട്ടെ, ഭാഗികമായോ ആത്മീയമായോ ഉള്ള നിറവേറലുകൾ അത് നിമിത്തമുണ്ടായി. പക്ഷേ അക്ഷരീയമായുള്ളത്, വിശേഷാൽ ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. നിത്യനീതി നടപ്പാക്കുന്ന വിഷയത്തെക്കുറിച്ചും പറയുന്നത്, യേശു ക്രിസ്തു നമ്മെ നീതീകരിച്ചു, നമുക്ക് ക്രിസ്തുവിലുള്ള നീതീകരണം ലഭിച്ചതിനാൽ ആ നിത്യനീതി നടപ്പാക്കുക എന്ന ഭാഗം നിറവേറിയെന്ന്. നമുക്കത്ര യോജിക്കാൻ ഒക്കില്ലത്. ആരുമായുള്ള ബന്ധത്തിലാണ് ദാനിയേലിനോട് ഗബ്രിയേൽ പറഞ്ഞത്? ഇസ്രായേലുമായി. എന്നാൽ യേശുക്രിസ്തുവിൽ നീതീകരിക്കപ്പെടുന്നത് ആരാണ്? അല്ലെങ്കിൽ ആരു മാത്രമാണ്? സഭ. വിശ്വസിക്കുന്നവർ മാത്രം. വിശ്വസിച്ചവരുടെ കൂട്ടമാണ് സഭ. അപ്പോൾ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ആ നിത്യനീതി എന്ന ക്രിസ്തുവിലെ നീതീകരണം ലഭ്യമാകുന്നത്. അത് ഇവിടെ പറയുന്ന 70 ആഴ്ചവട്ടത്തിന്റെ ഉദ്ദേശത്തിൽപ്പെടുന്ന നിത്യനീതിയുടെ സ്ഥാപനത്തോട് യോജിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഒടുവിൽ പഠിച്ചത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. അതിനെ ഈ കൂട്ടർ വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകവുമായിട്ട് കോർത്തിണക്കും. നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്ന വിഷയമാണ് ഇവിടെ പറയുന്നതെന്ന് അല്ല. പരിശുദ്ധനാലുള്ള അഭിഷേകത്തെക്കുറിച്ചല്ല, പരിശുദ്ധമായതിൻ്റെ അഭിഷേകത്തെ. അവിടെ അഭിഷേകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കോൺസീക്രേഷൻ, വിശുദ്ധീകരണം, വേർതിരിച്ചു നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ആരെങ്കിലും അങ്ങ് കട്ടായം പിടിച്ചു പറയുകയാണ് ഈ 6 കാര്യങ്ങളുടെയും ഭാഗികമോ ആത്മീയമോ ആയ നിവൃത്തീകരണം യേശുവിന്റെ ക്രൂശിൽ നടന്നു എന്ന്, തൽക്കാലത്തേക്ക് ആ വാദം നമ്മൾ അംഗീകരിച്ചാലും അക്ഷരീയമായ ഒരു നിവൃത്തി ഈ വിഷയങ്ങൾക്ക് ഉണ്ട്, ഉണ്ടാകും, ഉണ്ടാകണം എന്ന ഭാഗത്തു നിന്നും മാറാൻ നമുക്ക് പറ്റില്ല. ഇത്രയും വ്യക്തമാണോ? പാസ്റ്റേ, അവര് വാദിക്കുന്ന പോലെ അന്നേരം ദർശനവും പ്രവചനവും മുദ്രയിട്ടില്ലല്ലോ. അതിന് അവര് പറയുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി യേശു വന്നു, മരിച്ചു. പൗലോസ് പറയുന്നത് പോലെ 1 കൊരിന്ത്യർ 15:3 തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണവും തേജസ്കരണവുമെല്ലാം പ്രവചനങ്ങൾക്കനുസരിച്ചായിരുന്നു. അതുകൊണ്ട് ആ പ്രവചനങ്ങളൊക്കെ നിറവേറി എന്നാണ്. എന്നാൽ അതിനും നമുക്കുള്ള മറുപടി തീർച്ചയായും യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം പ്രവചനങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ജനിച്ചതും ജീവിച്ചതും പ്രവർത്തിച്ചതും എല്ലാം. പക്ഷേ ഒരു മറുചോദ്യം, യേശുവിനെ പറ്റിയുള്ള പ്രവചനങ്ങളെല്ലാം നിറവേറിയോ? ഇല്ല. പകുതിയോളം പ്രവചനങ്ങൾ
ഇനിയും നിറവേറാൻ ബാക്കിയാണ്. അത് യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിലും തൻ്റെ രാജ്യത്വത്തിലും ഒക്കെയേ നിറവേറുകയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന നിവൃത്തിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭാഗികമായി മാത്രം ഉണ്ടായി, അത്രേ ഉള്ളൂ. അപ്പോൾ അവരതിന് പറയുന്നത് യേശുക്രിസ്തു പ്രവചിച്ചതുപോലെ ജനിച്ചു, പ്രവചന പുരുഷനായി യേശു വന്നു, അത് നിറവേറിയെന്ന. എന്നാൽ ഇതാണല്ലോ നമ്മളിപ്പോൾ ചിന്തിച്ചതാണല്ലോ അതിന്റെ ശരിയായ വാദം, ശരിയായ ഭാഗം. സ്തോത്രം. മറ്റെന്തെങ്കിലും? ഒന്നുമില്ല. ശരി, ഇനിയും നമ്മൾ നോക്കുന്നത് ഈ 7 വർഷം എന്ന ഒരു കാലക്കണക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന്. അതായത് യേശുക്രിസ്തു മേഘങ്ങളിൽ വരുന്നു, സഭയെ എടുക്കുന്നു, സഭയുടെ ഉൽപ്രാപണം നടക്കുന്നു. പിന്നെ 7 വർഷം കഴിഞ്ഞ് യേശു ഭൂമിയിലേക്ക് വരും. ആ 7 വർഷം ഇവിടെ മഹാപീഡനം അല്ലെങ്കിൽ മഹോപദ്രവം അങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുവാൻ 7 വർഷ കണക്ക് എവിടെ നിന്ന് എന്ന ഒരു ചോദ്യമാണ്. താരതമ്യേന ഒത്തിരി തെളിവുകൾ കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും ഒന്നാമത് ആ ചോദ്യത്തിനുള്ള മറുപടി, അല്ലെങ്കിൽ അതിനുവേണ്ടി നാം ഇപ്പോൾ നോക്കാൻ പോകുന്നത് the time of tribulation, മഹാപീഡനത്തിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ട്രിബുലേഷൻ. 7 വർഷം എന്ന ഒരു കണക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ വളരെ കേട്ടുവരുന്നതുമായ സംഗതിയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നാണ് നാം നോക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞങ്ങ് പോകാം, അപ്പോൾ എളുപ്പം മനസ്സിലാകും. 1, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദാനിയേൽ 9:24 മുതലുള്ള വാക്യങ്ങളിൽ 70 ആഴ്ചവട്ടങ്ങളെ പറ്റി പറയും. അതിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ 69 എണ്ണം, 7ഉം 62ഉം, അത് ബൈബിളിന്റെ ഒരു ഭാഷയാണ്. ഒന്ന് കുറയെ 3 എന്നൊക്കെ പറയുന്നത് പോലെ 1 കുറയെ 3 എന്ന് പറഞ്ഞാൽ 2. എന്നപ്പം അങ്ങനെ പറഞ്ഞാൽ പോലെ 2. ബൈബിളിന്റെ ഒരു ശൈലിയാണ്. ബൈബിളിന്റെ ഒരു ശൈലിയാണ്. അതുപോലെ 7ഉം 62ഉം. അപ്പോൾ 70 ആഴ്ചവട്ടങ്ങൾ, അതിൽ 7ഉം 62ഉം, അതായത് 69 ആഴ്ചവട്ടങ്ങളുടെ പൂർത്തീകരണത്തെ പറ്റി നമ്മൾ വായിക്കുന്നു. അങ്ങനെ 70 ആഴ്ചവട്ടത്തിൽ ഇനിയും ശേഷിക്കുന്നത് എത്രയാണ്? 1. ആ ഒരു ആഴ്ചവട്ടം എന്നത്
എത്ര വർഷമാണെന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു, അതും ഓർമ്മയുണ്ടല്ലോ. 7 വർഷങ്ങളാണ്. 7 വർഷങ്ങളാണ്, 7 ദിവസങ്ങളല്ല എന്ന് നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 7 വർഷത്തെ മഹാപീഡനമെന്നോ 7 വർഷത്തെ എതിർക്രിസ്തുവിന്റെ ഭരണമെന്നോ ഒരു കാലക്കണക്ക് വന്ന വഴി ഒന്നാമത് ദാനിയേൽ 9:24 മുതലുള്ള 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് പറയുന്ന ഉപദേശം അല്ലെങ്കിൽ ഭാഗം തന്നെയാണ്. അതിൽ 69 ആഴ്ചവട്ടങ്ങൾ നിറവേറിയതായി നമ്മൾ കാണുന്നു. എങ്കിൽ പിന്നെ ശേഷിക്കുന്നത് ഒരാഴ്ചവട്ടമേ ഉള്ളൂ. അത് 7 വർഷമായതുകൊണ്ട് ഈ ഒരു കണക്ക് 7 വർഷമെന്ന് നമ്മൾ പറയുന്നു. അതിനുള്ള അടിസ്ഥാനത. രണ്ടാമത്തെ തെളിവ് അതേ ഭാഗത്ത് തന്നെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ദാനിയേൽ 9:27, 9:27. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചുരിയും. മതി. അതിന്റെ തുടക്കം മതി നമുക്ക്. വരുവാനുള്ള പ്രഭു എതിർ ക്രിസ്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതുവരെ വന്നിട്ടില്ല വരുവാനുള്ള പ്രഭു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമം കഠിനമാക്കും. അവിടെ നിയമം കഠിനമാക്കുക എന്നതിനർത്ഥം ഉടമ്പടി ചെയ്യുക എന്ന തീവ്രമായ ഒരു സന്ധി ചെയ്യുമെന്നാണ് അർത്ഥം. 27-ന്റെ തുടക്കം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? And he shall confirm the covenant with many for 1 week. കണ്ടോ? കവനന്റ് മലയാളത്തിൽ നിയമം കഠിനമാക്കുമെന്നർത്ഥം അല്ലേ? അത് ആധുനിക മലയാള ഭാഷയിൽ നമുക്ക് അർത്ഥം ഗ്രഹിക്കുവാൻ അല്പം പ്രയാസമാണ്. He will make a covenant or he will enter into a covenant with many for a week. ഒരാഴ്ചവട്ടത്തേക്ക് എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്ക്? 7 വർഷത്തേക്ക്. അവൻ വരുവാനുള്ള പ്രഭു, വരുവാനുള്ള എതിർ ക്രിസ്തു ഉടമ്പടി ചെയ്യും. അവിടെയും നമുക്ക് എതിർ ക്രിസ്തുവിന്റെ ഭരണം 7 വർഷം എന്ന് മനസ്സിലാക്കാം. 7 വർഷം. 3, ഈ 7 വർഷത്തെ 2ആയിട്ട് പിരിച്ചാണ് പറയുന്നത്. 27-ാം വാക്യത്തിൽ തന്നെ 2ാമത്തെ വാചകം കണ്ടോ? But he will break the covenant at the middle of the week. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിങ്കൽ അവൻ ചെയ്ത ഉടമ്പടി ലംഘിക്കും. എപ്പോൾ? ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന് പറഞ്ഞാൽ 3.5 കൊല്ലം കഴിഞ്ഞിട്ട്.
അപ്പോൾ അവിടെ നമ്മൾ 3.5 എന്ന ഒരു വർഷം അല്ലെങ്കിൽ ഈ 7 വർഷത്തെ രണ്ടായി പിരിച്ചു കാണുന്നു. ആ പിരിവ് നമുക്ക് മറ്റു പല ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. മറ്റു പല ഭാഗങ്ങളിൽ ദാനിയേൽ തന്നെ 7:25 നോക്കിക്കേ. 7:25 ദാനിയേൽ. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എത്ര കാലം? വിശുദ്ധന്മാർ എന്നവിടെ പറയുന്നത് ദാനിയേൽ ഇത് പറയുമ്പോഴുള്ള യഹൂദന്മാർ എന്ന വിശുദ്ധന്മാരെയാണ്. ആ ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് എതിരായി ഇവൻ തീരും. സമയങ്ങളും കാലങ്ങളും നിയമങ്ങളുമൊക്കെ ഇവൻ മാറ്റും. സമയം മാറ്റുമെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഞായറാഴ്ചത്തെ അവധി എടുത്തു കളയുക, പകരം മറ്റൊരു ദിവസം ആഴ്ചയിൽ അവധി പ്രഖ്യാപിക്കും. ഇതിനെന്താ പറയുന്നേ? സമയം മാറ്റുക. സമയം മാറ്റുക. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിന് തെളിവുകളുണ്ട്. ഡിസംബർ 25 ക്രിസ്മസ്. പക്ഷേ സമയം മാറ്റിയോ? നമ്മുടെ ഇന്ത്യയിൽ തന്നെ സ്കൂൾ ടീച്ചേഴ്സിന് ക്രിസ്മസിന്റെ ദിവസം സ്കൂളിൽ പോണം. അന്ന് അവധി ദിവസമല്ല. പിന്നെ നമ്മുടെ പൂർവ്വ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു ദിവസമായി അതിനെ കണ്ട് അന്ന് പൊതുജന സേവനത്തിന് വേണ്ടി എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും ഓഫീസുകളിൽ ഹാജരാകണമെന്ന് നിർബന്ധമാക്കിയിരിക്കുകയാണ്. സമയം മാറുന്നത് കണ്ടോ? ചില യഹൂദ രാജാക്കന്മാർ പെസഹ ആചരിക്കുന്ന സമയത്തെ മാറ്റി. ഇപ്പൊ നേപ്പാളിലേക്ക് പോയാൽ അവിടുത്തെ പൊതു അവധി ശനിയാഴ്ചയാണ്. ചില ഗൾഫ് മേഖലകളിൽ പോയാൽ വെള്ളിയാഴ്ചയാണ്. ഇപ്പൊ UAE-യിൽ വെള്ളിയാഴ്ച അവധിയായിരുന്നതിനെ എന്ത് ചെയ്തു? സമയം മാറ്റി ഞായറാഴ്ചത്തേക്കാക്കി. ഇതിനൊക്കെ പറയുന്ന പേരാണ് സമയങ്ങളെ, കാലങ്ങളെ മാറ്റുക. ഒരു നിയമം വരികയാണ്, ഇനി മുതൽ ഓണാഘോഷം അല്ലെങ്കിൽ ഓണം ഇനി ചിങ്ങമാസത്തിലല്ല മിഥുന മാസത്തിലാണ്. നിയമം പാസാക്കിയാൽ പിന്നെ ഓണം മിഥുനത്തിലാണെന്ന് കണക്കാക്കിയേ പറ്റൂ. ഈ നിലയിൽ കാലങ്ങളെയും സമയങ്ങളെയും ഒക്കെ മാറ്റുവാനുള്ള അധികാരവും ഈ എതിർക്രിസ്തു എന്ന വ്യക്തി ഈ 7 വർഷത്തേക്ക് വയ്ക്കും. ദൈവം അത് അനുവദിച്ചു കൊടുക്കുന്നതാണ്.
അതിന്റെ ഒടുവിൽ പറഞ്ഞ കാര്യമാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ഭരിക്കുവാൻ ഈ എതിർ ക്രിസ്തുവിന് ദൈവം അനുവാദം നൽകും. അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധന്മാർ കുറെ കാലത്തേക്ക് ഇവന്റെ വശത്ത് ഇവന് കീഴ്പ്പെട്ടിരിക്കും. എത്ര കാലത്തേക്കാ? കാലവും കാലങ്ങളും കാലാംശവും. എന്ന് വെച്ചാൽ കാലം 1 വർഷം, കാലങ്ങൾ ഒന്നിലധികം 2 വർഷങ്ങൾ, കാലാംശം അരക്കാലം അഥവാ 6 മാസം. 6 മാസം. അപ്പോൾ 1, 2, 3 അരയും 3.5 വർഷം. ദാനിയേൽ 9:27 3.5 എന്ന ഒരു കണക്ക് ദാനിയേൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് തന്നെ വെളിപ്പാട് 13-ാം അധ്യായം വെളിപ്പാട് 13-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമവും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. മൃഗം. ദാനിയേൽ 9-ന്റെ 26-27 വാക്യങ്ങളിൽ വരുവാനുള്ള പ്രഭു എന്ന് വിളിച്ചവനെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം വിളിക്കുന്നത് മൃഗം എന്നാണ്. ഈ മൃഗത്തിന്റെ ഭരണകാലഘട്ടം അതിന്റെ 5 മുതൽ കൂടെ വായിച്ചോളൂ. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് കണ്ടോ? എത്ര മാസമാണ്? 42 മാസം എന്ന് പറഞ്ഞാൽ വർഷക്കണക്കാകുമ്പോൾ 3.5 കൊല്ലം. 3.5 കൊല്ലം. അപ്പോൾ ഇവൻ 7 വർഷം ഭരിക്കും. എന്നാൽ അവന്റെ ഭരണത്തിന്റെ ഒടുവിലത്തെ പകുതി, ഒടുവിലത്തെ 3.5 വർഷം ഭീകരവാഴ്ചയായിരിക്കുമെന്ന് നാം ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നു. വെളിപ്പാട് തന്നെ 11-ന്റെ 2-3 11 verses 2 and 3 വെളിപ്പാട്. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ജാതികൾ യെരൂശലേമിനെ എത്ര മാസം ചവിട്ടും? 42 എന്ന് പറഞ്ഞാൽ 3.5 കൊല്ലം. 3.5 കൊല്ലം. 3.5 വർഷം. അതെ, 3.5 വർഷം. ഇവിടെ എല്ലാം നാം കാണുന്നത് 7 വർഷത്തെ ഭരണം. അതിൻ്റെ ആ 7 വർഷത്തേക്ക് അവൻ ഉടമ്പടി ചെയ്യും. പക്ഷേ അതിൻ്റെ പകുതിക്ക് വെച്ച് അവൻ ഉടമ്പടി ലംഘിക്കും. പകുതിക്ക് വെച്ച് അവൻ ഉടമ്പടി ലംഘിക്കും. ഒടുവിലത്തെ പകുതി അവൻ ഭീകരവാഴ്ചയായിരിക്കും നടത്തുന്നത്. ഭീകരവാഴ്ച. ഇങ്ങനെ ധാരാളം വാക്യങ്ങളുണ്ട്. 12-ാം അധ്യായത്തിൽ ഇനിയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം നാം നോക്കിയാൽ കാണുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ദൈർഘ്യമാണ്. 7 വർഷം. 7 വർഷം. അതിനെ 3.5 തിരിച്ചിരിക്കുന്നു. 3.5.
മത്തായി 24-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം തൻ്റെ ജനത്തോട് കരുണ കാണിച്ചിട്ട് ദൈവത്തിന്റെ ദയയിൽ ഈ കാലത്തെ അങ്ങ് ചുരുക്കിയതാണ്. അല്ലെങ്കിൽ അവന്റെ ആ ഭീകരവാഴ്ചയെ തരണം ചെയ്യാൻ ആർക്കും കഴിയില്ല. ആ ഭാഗങ്ങളിലേക്ക് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാളെ എത്താം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സ്തോത്രം. അല്ല, എല്ലാവരുടെയും അറിവിന് വേണ്ടി ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനാ, അവനിൽ സാത്താൻ കയറുന്നതാ. നമ്മളോർക്കും വലിയൊരു ഒരു സാധാരണ മനുഷ്യനായിരിക്കും അവൻ, ഇല്ലയോ? നാല് കാലും തലയും വാലും 10 കൊമ്പും 7 തലയും ഒക്കെയുള്ള ഒരു മൃഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് വെളിപ്പാട് 13-ൽ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഭീകരജീവി ആയിരിക്കുമെന്നൊന്നും കരുതണ്ട. അവൻ എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യൻ തന്നെ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. സ്തോത്രം. ഓർക്കുക, ലോകം എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഏതാണ്ടൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ചോദ്യം, വെല്ലുവിളി, ദൈവസഭ മണവാളനായ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. ലോകം അതിൻ്റെ പ്രഭുവിനെ സ്വീകരിപ്പാൻ, അതായത് എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ സജ്ജമായി കഴിഞ്ഞു. എന്നാൽ സഭ ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? സഭ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും വ്യക്തിപരമായി. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ബാക്കി പഠിക്കണം എന്നില്ല. അതിന് മുമ്പ് കർത്താവ് വന്നാൽ നമുക്ക് കർത്താവിനോട് കൂടെ പോകണം എന്നുള്ള ഉറപ്പോടെ, ആശയോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.